ഇന്ന് 28/3/2026 വളരെ വിഷമമുണ്ടാക്കിയ ഒരു ദിവസമാണ്. ഒരു മരണമുണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു. മാവേലിക്കര ആംബുലൻസ് ഓപ്പറേറ്ററായ ജോൺസി, കെയർഫുൾ ആംബുലൻസ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ വിഷമമുണ്ട്. രണ്ട് കാര്യങ്ങൾ അതിനോടൊപ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ആംബുലൻസ് മേഖലയിലേക്ക് കടന്നു വന്ന് ഒരുപാട് തരത്തിലുള്ള നല്ല പ്രവൃത്തികൾ ചെയ്ത് മരണമടഞ്ഞ എൻ്റെ സുഹൃത്തിനെ ഇന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കി. എന്നിരുന്നാലും ഇനാൻസിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ ഒരു അനുശോചനം അർപ്പിക്കുകയാണ്. അതുകൂടാതെ നമ്മൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ അല്ലെങ്കിൽ ആംബുലൻസ് സ്ഥിരമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർമാർ, വർഷങ്ങളായി ആംബുലൻസ് ഓടുന്ന ഡ്രൈവർമാർ, ഇവരെല്ലാം അഭിസംബോധന ചെയ്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഈ ദിവസം, അതായത് എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടു, അതിൻ്റെ അടക്കം ഇന്ന് കഴിഞ്ഞു, ഇന്ന് എനിക്ക് പങ്കുവെക്കാനായിട്ടുണ്ട്. ഞാൻ ഈ മേഖലയിലേക്ക് 12 വർഷം മുമ്പ് കടന്നു വരുമ്പോൾ ആദ്യമായി ആംബുലൻസിൽ കയറുമ്പോൾ എനിക്ക് വാഹനം ഓടിക്കാനൊരു ത്വര. അതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് ആദ്യമേ കടന്നു വന്നത്. ശേഷം നമ്മൾ ആ ഒരു ആവേശത്തിൽ ഓടിച്ച് ഒക്കെ മുമ്പേറി വരുന്ന സമയത്ത് ഓരോ ആളുകളുടെയും ഒരു നമുക്ക് നന്ദി സൂചകമായി നമ്മളെ സംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ആ ഒരു ഹരം പിടിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഈ ഒരു സർവീസ് വൈഡാക്കാൻ തുടങ്ങിയതും അതേപോലെ തന്നെ സർവീസിൻ്റെ ക്വാളിറ്റി, അതുപോലെ വിളിച്ചാൽ പെട്ടെന്ന് ചെല്ലണം, അവരുടെ ഒരു നമ്മളൊരു ഒരു കടമയിലേക്ക്, ഒരു കടപ്പാടിലേക്ക് ഞാൻ കടന്നു കയറിയത്. അപ്പോൾ സ്ഥിരമായി വാഹനങ്ങൾ ഓടിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാർ, സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ജോലി ഉണ്ടെങ്കിലും നമ്മുടെ ജോലി കൊണ്ട് നമ്മൾ ജോലി ചെയ്ത് നമുക്ക് വരുമാനമുണ്ട്, ശരിയാണ്. എന്നാൽ ചില പ്രത്യേക ജോലികൾക്ക് മാത്രമേ നമുക്ക് പൊതുജനങ്ങളെ സഹായിക്കുവാനും അവരുടെ വിഷമഘട്ടങ്ങളിൽ അവരെ സഹായിച്ച് നമുക്കൊരു ഒരു ഒരു നന്ദി സൂചന, നമുക്കൊരു പ്രൗഢി അല്ലെങ്കിൽ ഒരു അഭിമാനം തോന്നിക്കുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്ത് ജീവിതം മുമ്പേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഭിമാനം തന്നെയാണ്. കാര്യം ഞാൻ ആ ഒരു ഹരം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. കാര്യം നമ്മൾ ഓരോ ആളുകളും രാത്രി എന്ന് പകലില്ലാതെ ഇപ്പം സ്ഥിരമായി ഈ ആംബുലൻസ് ഉപജീവനം നടത്തുന്ന ഒരാളിനെ സംബന്ധിച്ച് അവൻ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം 24 മണിക്കൂർ വിളിച്ചാൽ അവൻ പോകണം. രണ്ടാമത് നമുക്ക് റിസ്കുകൾ, ഒരു ആംബുലൻസ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് റിസ്കുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അപകടം നമ്മൾ വിളിക്കുന്നു, നമ്മൾ ഓടിച്ചെന്ന് ആ രോഗിയെ പറക്കിയെടുക്കുകയാണ്. അതിനകത്ത് നിങ്ങൾ ചിന്തിക്കും ആംബുലൻസ് സ്പീഡിൽ പോകുന്നു അങ്ങനെ ഇങ്ങനെ. അത് മാത്രമല്ല, നമ്മൾ ചെന്നെടുക്കുന്ന രോഗികൾക്ക് എന്തെങ്കിലും പകർച്ച വ്യാധികളുണ്ടോ, അവൻ എന്തെങ്കിലും നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചോര നമ്മുടെ കയ്യിൽ അദ്ദേഹത്തെ പറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അതായത് നമ്മൾ ഈ ആനപ്പാപ്പന്മാരെ പോലെയാണ്. അതായത് ആനപ്പാപ്പന്മാരുടെ ഒരു കൊലച്ചോറാണെന്നാണ് പറയുന്നത്. അതേപോലെ ആംബുലൻസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളുടെ ചോറ് കൊലച്ചോറാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. റോഡിൽ കൂടെ വണ്ടി സ്പീഡിൽ ഓടിക്കുന്നത് വളരെ ചെറിയൊരു ഘടകമാണ്. അതിനകത്ത് ഇൻഫെക്ഷൻ അടിക്കാനുള്ള സാധ്യത, നമ്മൾ എടുക്കുന്ന കേസുകളുടെ ഓരോ പ്രശ്നങ്ങളുള്ള കേസുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഒരു മനുഷ്യന്റെ വിഷമാവസ്ഥയിൽ സ്വന്തം സേഫ്റ്റി നോക്കാതെ അവന്റെ വിഷമാവസ്ഥയിൽ ഓടിച്ചെന്ന് ഒരാളിനെ സഹായിക്കാൻ ഒക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയാണ് എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പുതിയൊരു ഡ്രൈവർ വന്ന് ജസ്റ്റ് സമയം പോക്കിന് വേണ്ടിയിട്ട് ഒരു വാഹനത്തിൽ കയറി ത്വര കൊണ്ട് കയറി കാണിക്കുന്ന പരാക്രമത്തിന്റെ കാര്യമല്ല. വർഷങ്ങളായി രാപകലില്ലാതെ പൊതുജനത്തിന് വേണ്ടിയിട്ട് വിളിപ്പുറത്ത് ക്വാളിറ്റിയായി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ ഒരു സുഹൃത്താണെന്ന് മരണപ്പെട്ടത്. എനിക്ക് അവന്റെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു 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 ക്വാളിറ്റി എന്താണെന്ന് എനിക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കാര്യം അതുകൊണ്ടാണ് ഇന്ന് ഇത് ലൈവിൽ വന്നത്, ഞാൻ ഇത് പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇനിയെങ്കിലും എന്ന് വെച്ചാൽ ഒരുപാട് ചെറുപ്പക്കാർ ഈ ഫീൽഡിലേക്ക് കടന്നു വരാനുണ്ട്. കാര്യം നാളെ ഇതിപ്പോൾ എനിക്ക് ഈ പറയേണ്ട കാര്യങ്ങൾ പറയാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല. കാര്യം ഒരു മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എൻ്റെ സുഹൃത്തിന് അങ്ങനെ പറ്റിയപ്പോൾ ഞാനിത് പറയുന്നതേ ഉള്ളൂ. കാര്യം ഞാൻ അഭിമാനിക്കുന്നു ഒരു ആംബുലൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു
ആംബുലൻസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളെന്ന തരത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാനെന്ന് മാത്രമല്ല, ഈ കേരളത്തിലുടനീളമുള്ള ആംബുലൻസിൽ സ്ഥിരമായി ഉത്തരവാദിത്തോടുകൂടി വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടിയെത്തുന്ന എല്ലാ ഡ്രൈവർമാരും അഭിമാനിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് 24 മണിക്കൂറും ഒരാളിനെ സഹായിക്കാൻ ഒക്കുന്നു, അതായത് വിളിച്ചാൽ വെളിപ്പുറത്ത് ക്വാളിറ്റിയായി നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ ഒത്തു എന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ വാങ്ങി കഴിക്കുന്ന ആഹാരത്തിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. അതൊന്ന് പറയുന്നതേ ഉള്ളൂ. കാര്യം ഇന്ന് ആ മരണ വീട്ടിൽ പോയി നിന്ന് ഞാൻ അവൻ്റെ വീട് കണ്ടു. വെറും പാവം പിടിച്ച വീട്ടുകാരാണ്. ആ ഒരു പാവം പിടിച്ച വീട്ടിൽ നിന്ന് അവൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് അവൻ 3 ആംബുലൻസ് എടുത്തിട്ട് സർവീസ് ആരംഭിച്ചു. ഓരോ വണ്ടികൾ എടുത്തിട്ട് സർവീസ് ആരംഭിച്ചു. ഇന്ന് അവനെ കാണാൻ വന്ന ജനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഒക്കാത്തൊരു എണ്ണമാണ്. കാര്യം ആ സമയത്താണ് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ അതിനുള്ളൊരു നമുക്ക് കിട്ടുന്ന ഒരു ആദരം, ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു പേര് എന്താണെന്ന് എനിക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഈ ആംബുലൻസ് മേഖലയിൽ നിൽക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കൂട്ടത്തിൽ ഇന്ന് എൻ്റെ മരണമടഞ്ഞ എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇതിനകത്ത് പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും മുമ്പേക്ക് നല്ല തരത്തിൽ ആംബുലൻസ് മേഖലയിൽ നമുക്ക് ഇനിയും ഒരുപാട് ആളുകളെ സഹായിക്കാൻ ഒക്കുമെന്നും നമ്മൾ ചെയ്യുന്ന സർവീസിന്റെ ക്വാളിറ്റി ആ തരത്തിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഓക്കെ.